ഇവിടെ വെച്ചാണ് കട്ട് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത് വെച്ച് അടുത്തൊരു ഇതാവും. ഇവിടെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇത് ഇവിടുന്ന് ഒരു ശിഖരവും ഇവിടുന്ന് ഒരു ശിഖരവും. അതാണ് ഈ ചീരകളുടെ പ്രത്യേകത. പക്ഷേ ഒരു ഇലയും ഇല്ലാതെ നമ്മൾ ഏറ്റവും താഴെ നിന്ന് കട്ട് ചെയ്താൽ ഇല്ല, തീർന്നു. അഗസ്ത്യ ചീര ഏറ്റവും കൂടുതൽ മെഡിസിൻ വാല്യൂ ഉള്ള ഒരു ചീരവർഗത്തിൽപ്പെട്ട. അതിൻ്റെ ഇലയും പൂവും തോരൻ വയ്ക്കാം, പൂവ് കട്ട്ലറ്റ് ഉണ്ടാക്കാം. എൻ്റെ പേര് ബിന്ദുമണി. ഞാൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർഡാണ്. 2023 മെയ് 31 റിട്ടയർ ആയത്. അതിന് മുന്നും വളരെ കുറച്ച് ജൈവ കൃഷി ഉണ്ടായിരുന്നു. പക്ഷേ പെൻഷനായി കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ വിപുലമായിട്ട് ടെറസിൽ ഗ്രോ ബാഗിൽ ഇവിടെ ഉള്ള സ്ഥലത്ത്, വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, ഉള്ള സ്ഥലത്ത് പറ്റുന്ന വിധത്തിലേക്ക് ഞാൻ ജൈവ കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ താഴെ വെച്ചിരിക്കുന്ന ഒരു ചെടിയാണ് സ്റ്റാർ ഫ്രൂട്ട്. ഇപ്പോൾ അത് നിറയെ പൂട്ട് നിൽക്കുകയാണ്. സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മൾ കാരംബോള എന്ന് പറയും, അല്ലെങ്കിൽ ആനപ്പുളിഞ്ചി എന്ന് പറയും. ഇങ്ങനെ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇത് മധുരമുള്ളതാണ്. മുമ്പ് നമ്മൾ കഴിച്ചിട്ടുള്ള പുളിഞ്ചിക്ക അത് ഭയങ്കരമായിട്ടുള്ള പുളിയുള്ളതാണ്. ഇപ്പോൾ അങ്ങനെയല്ല, ഇത് നല്ല മധുരമുള്ളതാണ്. ഒരു കാർഷിക സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. ഭയങ്കര മധുരമുണ്ട്, നിറയെ പൂട്ടിരിക്കുന്നു. പക്ഷേ ഇതെല്ലാ പൂവും കായാതിരിക്കുന്നതാണ് നല്ലത്. വളരെ കുറച്ചായാൽ വളരെ വലുപ്പത്തിലുള്ള കായ ഉണ്ടാവും. പൊന്നാങ്കണ്ണിച്ചീര ഇത് നമുക്ക് ആർക്കും വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്തെടുക്കാവുന്ന, ഏതൊരു വീട്ടിലും ഒരു പൊട്ടിയ ഒരു ചട്ടിയിൽ കൊണ്ട് വച്ചിരുന്നാലും മതിയാവും, അത്രയ്ക്ക് പെട്ടെന്നുണ്ടാകുന്നതാണ്. ഇത് പിന്നെ കണ്ണിൻ്റെ അസുഖങ്ങൾക്കെല്ലാം വളരെ നല്ലതാണ്. അതുമാത്രമല്ല, ഒരു ഇലയല്ലേ വളരെ സിമ്പിളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒരു ചീരയാണ്, ചീരവർഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇത് കുറ്റിക്കുരുമുളക്. ഇത് വളരെ നന്നായിട്ടിരിക്കുന്നു. ഇനി ഇതിനെ ഇതിൻ്റെ തൈകൾ എടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ടും വളം കൊടുക്കുന്നത് ഇത് ചാണകപ്പൊടി, പിന്നെ ചാണകത്തിൻ്റെ സ്ലറി, ഗോമൂത്രം നേർപ്പിച്ചത്, ഇതൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. അല്ലാതെ ഒരു രാസവളവും ഇവിടെ ഉപയോഗിക്കാറില്ല ഒരു ചെടികൾക്കും. ജൈവ കൃഷി ഞാൻ മുന്നേ തന്നെ ചെയ്യുമായിരുന്നെങ്കിലും ഞാനിതിൽ എൻ്റെ ഗുരുസ്ഥാനത്ത് കാണുന്നത് ഉള്ളൂർ രവീന്ദ്രൻ സാറിനെയാണ്. അദ്ദേഹം കൊച്ചുള്ളൂരാണ് അദ്ദേഹത്തിൻ്റെ വീട്. വീട്ടിൽ തന്നെ അനന്തപുരി ജൈവ പഠന കളരി എന്ന നിലയിൽ അദ്ദേഹം ജൈവ കൃഷിയുടെ പാഠങ്ങൾ ഫ്രീ ആയിട്ട് ഒത്തിരി പേർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം തന്നെയാണ് കൃഷിയിൽ എൻ്റെ ഗുരു. ഇത് അരവിന്ദ് കൃഷ്ണൻ, എൻ്റെ രണ്ടാമത്തെ മകനാണ്. MBA ട്രാവൽ ആൻഡ് ടൂറിസം കഴിഞ്ഞു. ഇപ്പോൾ എന്നെ ഈ ജൈവ കൃഷിയിൽ അവൻ ഒത്തിരി സഹായിക്കുന്നുണ്ട്. ഭയങ്കര ഒരു പിന്തുണയാണ് എനിക്ക് മോനിൽ നിന്നുണ്ടാകുന്നത്. അമ്പഴം, അത് സ്വീറ്റ് അമ്പഴമാണ്. പക്ഷേ ഞാൻ പ്രധാനമായിട്ടും ഇത് അച്ചാറിടാനാണ് ഉപയോഗിക്കുന്നത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. മാങ്ങ പോലെ, മാങ്ങയുടെ പഴുക്കുന്ന ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും, മാങ്ങ എന്തൊക്കെ ഉപയോഗം നമുക്ക് മാങ്ങ കൊണ്ടുണ്ടോ അതൊക്കെ തന്നെ ഇതും അച്ചാറുണ്ടാക്കുക മാത്രമല്ല, മീനിൽ ഇടാം, വെറുതെ പച്ചയ്ക്ക് കഴിക്കാം. വളരെ നല്ല ഒരു ഫ്രൂട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അഗസ്ത്യ ചീര ഏറ്റവും കൂടുതൽ മെഡിസിൻ വാല്യൂ ഉള്ള ഒരു ചീരവർഗത്തിൽപ്പെട്ട. അതിൻ്റെ ഇലയും പൂവും തോരൻ വയ്ക്കാം, പൂവ് കട്ട്ലറ്റ് ഉണ്ടാക്കാം. അഗസ്ത്യമുനിയുടെ പേരിൽ തന്നെ അറിയപ്പെടുന്ന, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത്രയേറെ ഒരു മെഡിസിൻ വാല്യൂ ഉള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ പല കളറുണ്ട്. ഞങ്ങൾക്കിവിടെ പിങ്ക് മാത്രമേ ഉള്ളൂ, വെള്ളയും ഒരു ഓഫ് വൈറ്റ് കളറും ഒക്കെ ഉള്ളതാണ്. ഇത് വന്നിട്ട് ഗ്രീൻ ചാമ്പയാണ്. നട്ടിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ, ഒരു 3-4 മാസമേ ആയുള്ളൂ. അതിന് മുമ്പ് തന്നെ അത് ഇത്ര നന്നായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ മുള്ളാത്ത എന്ന് പറയുന്ന ചെടിയാണ്. ഇത് പുലാസാൻ എന്ന് പറയുന്ന ചെടി എന്നാണ് എൻ്റെ ഓർമ്മ, പുലാസാൻ. പക്ഷെ അത് ഇപ്പോഴാണ് അതൊന്ന് നല്ലവണ്ണം വെയിൽ കിട്ടുന്ന വിധത്തിലേക്കൊന്ന് വളർന്നു വന്നത്. അതൊന്നും കായ്ച്ചു തുടങ്ങിയിട്ടില്ല. ഇത് മിറക്കിൾ എന്ന് പറയുന്ന ഫ്രൂട്ട് പ്ലാന്റ് ആണ്, മിറക്കിൾ ഫ്രൂട്ട്. ഇത് അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ പേര് പോലെ തന്നെ ഒരു കുഞ്ഞു ഫ്രൂട്ടാണ്, റെഡ് കളറിൽ തെറ്റിപ്പഴം പോലെ ഇരിക്കും. പക്ഷേ ഇത് കഴിച്ച് എത്രയെങ്കിലും സമയം നമ്മുടെ നാവിലേക്ക് നമ്മൾ പുളിയുള്ള എന്തെങ്കിലും കഴിച്ചാൽ അത് മധുരമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഷുഗർ ഉള്ള ആൾക്കാർക്ക് അവരിപ്പോൾ ചായ കുടിക്കുന്നതിന് മുമ്പ് ഇതൊരെണ്ണം വായിലിട്ടിട്ട് ചായ കുടിച്ച് അവർക്ക് മധുരമായിട്ട് തോന്നും. ഈവൻ നാരങ്ങ അച്ചാർ പോലും നമുക്ക് മധുരമായിട്ട് തോന്നും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് നമ്മുടെ ടെറസിൽ നമ്മൾ സ്റ്റാൻഡിൽ പച്ചക്കറിയും
കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സും വച്ചിരിക്കുകയാണ്. ഇത് സീതപ്പഴം, ഇതിപ്പോൾ നിറയെ പൂത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് 4-5 പഴം വരെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് വന്നിട്ട് ചാമ്പ, ഇത് റെഡ് ചാമ്പ. താഴെ പച്ചയാണ് വെച്ചിരിക്കുന്നത്. ഇനി അത് സത്യം പറഞ്ഞാൽ അത് കാച്ചു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ ഇതെന്താണ് കറക്റ്റ് കളറെന്ന്. ഇത് ബേറാപ്പിൾ എന്ന് പറയുന്ന ചെടിയാണ്. ഇതിപ്പോൾ ഇതാ നിറയെ പൂവിട്ടിട്ടുണ്ട്. കായ്കൾ ഇതാ കുഞ്ഞ് തരിയായിട്ട് കായ്കൾ വരുന്നുണ്ട്. ഇത് ഇവിടെയും നമുക്ക് കാണാം കായ പിടിക്കുന്നത്. ഒരെണ്ണം അത്യാവശ്യം വലുതൊരെണ്ണം നിപ്പുണ്ട്. മിക്കവാറും 6 മാസം കൂടുമ്പോൾ എപ്പോഴും ഒന്നുകിൽ പൂവ് അല്ലെങ്കിൽ കായ ഇങ്ങനെ എപ്പോഴും ഉണ്ടാകുന്ന ഒന്നാണ്. ഇത് ഒടിച്ചു കുത്തിയ നാരക. ഇത് ഇതുവരെ കായ്ച്ചിട്ടില്ല. ഇത് ഏകദേശം 2 വർഷത്തോളം ആയി നട്ടിട്ട്. ആദ്യം കുറച്ചു കാലം അതിങ്ങനെ ഒരു സുഷുപ്തിയിൽ ഇരുന്നിട്ട് ഇപ്പോഴാണ് ആ ചെടി ഒന്ന് വികാസം പ്രാപിച്ചു വരുന്നത്. ഇത് ഒരാണ്ടൻ ചീരയാണ്. നന്നായിട്ട് ഇതിനെ നമുക്ക് കട്ട് ചെയ്ത്, ഈ ചീരയുടെ പ്രത്യേകത ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഇലയുടെ സൈഡിൽ നിന്ന് വീണ്ടും ശിഖരങ്ങളുണ്ടാവും. അപ്പോൾ അത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. അങ്ങനെ ഏകദേശം 1 വർഷത്തോളം ഒരു ചീരച്ചെടി, മറ്റേത് 45 ദിവസം കൊണ്ട് പാകമായി എടുക്കുന്നത്, ഇത് 1 വർഷം വരെ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ്. ഒരു ദിവസം കട്ട് ചെയ്ത് എടുത്തു, എന്നിട്ട് വീണ്ടും അതാ പൊടിച്ചു വരികയാണ്. ഇതാണ് എൻ്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞത് കണ്ടോ, കട്ട് ചെയ്തു, ഇവിടെ ഒന്ന് കട്ട് ചെയ്തു, ഇതിൻ്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് 2 ശിഖരമായി. നമ്മൾ ഇനി ഇതിനെ കട്ട് ചെയ്യുമ്പോൾ അത് വീണ്ടും 4 എണ്ണമായിട്ടാണ് പൊടിച്ചു വരുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇങ്ങനെ ഏത് ചീരകൾ, ശിഖരങ്ങളുണ്ടാകുന്ന ചീരയെല്ലാം ഇങ്ങനെ നമുക്ക് ചെയ്താൽ കുറച്ച് കാലം നമുക്ക് ഉപയോഗിക്കാം. ഇത് ആഫ്രിക്കൻ മല്ലിയാണ്. നമുക്ക് സാമ്പാർ മല്ലി, പുറത്തുനിന്ന് വാങ്ങുന്ന മല്ലിയെല്ലാം വിഷമെന്നുള്ളത് കൊണ്ട് നമ്മൾ അത്യാവശ്യം ആ കാര്യത്തിന് ഉപയോഗിക്കുന്നത്. ഇത് പാവൽ, ഇത് കുറച്ച് പുതിന ഇവിടെയുണ്ട്. ഇത് ചെറുതക്കാളിയാണ്, കുഞ്ഞി തക്കാളി. അത് കുറേ കിട്ടിയായിരുന്നു, ഇത് തീരാറായി. ഇത് ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്ന ഇതാണ് വെറൈറ്റി. ഗോൾഡൻ ബെറി എന്ന് പറയും. ഇതിൻ്റെ കുറച്ചധികം തൈകൾ അപ്പുറത്തുണ്ട്. കത്തിരി, വഴുതന പോലെയുള്ളത്, പാവല്. പിന്നെ ഇതിൽ ക്യാരറ്റ് നട്ടിട്ടുണ്ട്. ക്യാരറ്റ്, പിന്നെ ഒരു മധുരക്കിഴങ്ങിൻ്റെ വള്ളിയും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ആനക്കൊമ്പൻ വെണ്ടയാണ്. എല്ലാ ദിവസവും രാവിലെ വന്നാൽ ഈ ഇലയുടെ ബാക്ക് പിടിച്ച് നോക്കി ജീവികളെയൊക്കെ എടുത്ത് കളയുന്നതുകൊണ്ടാണ് ഇവ കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത് ക്യാബേജ് പാകമാകാറായി വരുന്നുണ്ട്. ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഇത് വലിപ്പമുള്ളതും നമുക്ക് എടുക്കാവുന്ന വിധത്തിലും ആവും. ചെറുനാരകമാണ്. ഇതിൽ കുറച്ചധികം പൂക്കുകയും ഇതിൻ്റെ കൊമ്പുകളിൽ വളരെ ചെറുതായിട്ട് കായ വരുന്നുണ്ട്. ഇത് മുളക്. ഇത് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്നതിന് കാര്യം, ആദ്യം ഒരു സ്റ്റെപ്പ് കായ്ച്ചു, എന്നിട്ട് അടുത്ത് വളങ്ങൾ കൊടുത്ത്, ലിക്വിഡായിട്ടുള്ള വളങ്ങൾ കൊടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ മുന്തിരി വള്ളി ഭയങ്കര താല്പര്യമുള്ള ഒരു സംഗതിയായിരുന്നു. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ മുന്തിരിക്ക് പന്തലിടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സ്റ്റാൻഡെല്ലാം തന്നെ, സ്റ്റാൻഡ് കൂടാതെ ഈ മേളിലുള്ള ഒരു തട്ടെല്ലാം ഇട്ടത്. അപ്പോൾ താഴെ മുന്തിരി നട്ടിട്ട് ഞങ്ങൾ അതിനെ മേളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇപ്പോൾ പ്രൂൺ ചെയ്തില്ല എങ്കിൽ പോലും ഇവിടെ ചില സ്ഥലങ്ങളിൽ 1-2 കൊലയൊക്കെ ഇവിടെ എൻ്റെ ഇടയിലൊക്കെ കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഈ മുന്തിരിയെ ഞാൻ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് കളയാതിരിക്കുന്നത് താഴെ നിൽക്കുന്ന ചെടികൾക്ക് ഇച്ചിരി ഒരു തണലാവട്ടെ എന്ന് കരുതിയും കൂടെയാണ്. കാരണം പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഭയങ്കരമായിട്ടുള്ള ചൂടാകും. താഴെ ഈ ചീരയ്ക്കൊക്കെ അതൊരു സഹായമാവട്ടെ എന്ന് കരുതിയാണ് മുന്തിരി പ്രൂൺ ചെയ്യാതെ ഇപ്പോൾ വിട്ടിരിക്കുന്നത്. ഇത് ക്യാബേജ്, കോളിഫ്ലവർ. ഇവിടെ കുറച്ച് ഇത് ഒത്തിരി എണ്ണ എടുത്തു, ഒരു 3-4 എണ്ണ നല്ല വലിപ്പമുള്ളതൊക്കെ എടുത്തു. ഇത് വെളുത്തുള്ളിയാണ്. ശ്രീകാര്യം കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ചതാണ്. 2-3 കോണിൻ്റെ തൈ മേടിച്ചു, അതിനെ അവിടെ വച്ചു. അത് സ്വീറ്റ് കോൺ. ഞാൻ ആദ്യമായിട്ടാണ് കോൺ ഒന്നുകൊണ്ട് നട്ടത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു അത് വളർന്നു വരുന്ന കാണുമ്പോൾ. ഇത് 1-2 മധുരക്കിഴങ്ങിൻ്റെ വള്ളി കിട്ടിയതിനെ ഇങ്ങനെ ചാക്കിൽ ചപ്പ് ചവറുകൾ നിറച്ച് അതിലേക്ക് വച്ചിരിക്കുകയാണ്. അതിൽ നട്ടു വച്ചിരിക്കുകയാണ്. കുറച്ച് അത്യാവശ്യം ചാണകപ്പൊടി ഇതൊക്കെ ഇട്ട് നട്ടു വച്ചിരിക്കുകയാണ്. ഇങ്ങനെ നടുമ്പോൾ നമുക്ക് ഒത്തിരി മണ്ണ് ടെറസിൻ്റെ മേലെ കയറ്റേണ്ട കാര്യം വരുന്നില്ല. പിന്നെ നമ്മളുടെ തന്നെ വേസ്റ്റ് ഇലകളൊക്കെ ഇവിടെ വരുമല്ലോ, അതിനെല്ലാം തന്നെ നമുക്ക് ഈ വിധത്തിൽ അങ്ങ് ഉപയോഗപ്പെടുത്താൻ കഴിയും. കിഴങ്ങ് പറിച്ചു കഴിഞ്ഞാൽ ഇതൊരു നല്ല ഒരു വളക്കൂട്ടുപോലെ ഇതിൻ്റെ അകത്ത്, കാരണം നമ്മൾ ചാണകം കൂടെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് വീണ്ടും നമുക്ക് കൃഷിക്ക് ചട്ടികളുടെ അടിയിൽ നമുക്ക് ഉപയോഗിക്കാം. ടെറസിൻ്റെ മേലെ കൃഷി ചെയ്യുമ്പോൾ അധികം വെയിറ്റ് കൊടുക്കാതെയും കൂടെ നോക്കണമല്ലോ. അതിനൊരു ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണിത്. നമ്മുടെ ഈ മുന്തിരിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതെല്ലാം ഞാൻ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ട് അതിനെ തന്നെ അടിയിൽ ഉപയോഗിക്കും, ചട്ടികളുടെ അടിയിൽ. ഇവിടെ കത്തിരി പൂവിടുന്നതേ ഉള്ളൂ. തക്കാളിയിൽ
തക്കാളി ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. പുറത്തുനിന്ന് വാങ്ങുന്നത് സവാള, ഉള്ളി, ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ളതും, പിന്നെ നമുക്ക് ശീതകാല പച്ചക്കറികളുണ്ടല്ലോ, ക്യാരറ്റ്, ബീട്രൂട്ട് പോലെയുള്ളവ ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ മാക്സിമം ഈ ടെറസിൽ നിന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കും. ഞാനിപ്പോൾ പൂർണ്ണമായും ജൈവ രീതിയിലാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. അതിൽ മണ്ണ്, ചാണകപ്പൊടി, ചകിരി, കമ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ തന്നെ അടുക്കള വേസ്റ്റിനെ ഞങ്ങൾ ചകിരി ചോറ് ഉപയോഗിച്ച് കമ്പോസ്റ്റാക്കി മാറ്റുന്നുണ്ട്. അത് പിന്നെ കുറച്ച് കോഴിവളം, വേപ്പ് പിണ്ണാക്ക്, ഇത്തരത്തിൽ നമുക്ക് അധികം കാശ് കൊടുക്കാതെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ചാണകമൊക്കെ വാങ്ങി തന്നെയാണ് ഉപയോഗിക്കുന്നത്, ചാണകവും കോഴിക്കാഷ്ടമൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ജൈവപരമായിട്ടുള്ള മാത്രമുള്ള ഒരു കൃഷിയാണിത്. ഇത് ഇത്രയും വിപുലമായിട്ട് ഇതെനിക്കൊരു പാഷൻ ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങാതെ ഉപയോഗിക്കുക എന്നാൽ എൻ്റെ അച്ഛനമ്മമാർക്കും കുട്ടികൾക്കും ഒട്ടും തന്നെ വിഷമില്ലാത്ത സാധനം എനിക്ക് കൊടുക്കണം എന്നുള്ള എൻ്റെ ഒരു അമിതമായ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. പക്ഷേ ഇത് ഇത്രയും വിപുലമായിട്ട് ചെയ്യണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ ഡ്രിപ്പ് ഇറിഗേഷൻ വെച്ചു. ഞങ്ങൾ ഇച്ചിരി സ്ഥലത്ത് ആരുമില്ലെങ്കിൽ ചെടികൾക്ക് വെള്ളം കിട്ടാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനാണ് ഡ്രിപ്പ്. ഓട്ടോമാറ്റിക്കലി അത് ഓൺ ആയിക്കോളും. ആ രീതിയിലൊക്കെ ഉള്ളതൊക്കെ സംവിധാനം ചെയ്യും. പക്ഷേ ഈ സാധാരണ വീട്ടമ്മമാർ ഇത്രയൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. അവർ ഒരു 10, 15 അല്ലെങ്കിൽ 10, 20 ഗ്രോ ബാഗിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ചീരയൊക്കെ വളരെ 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 പെട്ടെന്ന് തന്നെ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. 2 വഴുതനച്ചെടി, 2 വെണ്ടച്ചെടി, കുറച്ച് 1-2 ഗ്രോ ബാഗിൽ ചീര, ഇത് വെച്ചാൽ തന്നെ അവർക്ക് ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും അതിൽ നിന്ന് പച്ചക്കറി എടുക്കാൻ പറ്റും. നമ്മുടെ ഫാമിലിയെ സ്നേഹിക്കുന്ന എല്ലാ സ്ത്രീകളും ഇതിനു വേണ്ടി മുന്നോട്ട് വരണം. നമുക്കൊരു സത്യം പറഞ്ഞാൽ ഒരു ജൈവ വിപ്ലവം ഇവിടെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു 10 പേരെങ്കിലും ജൈവ കൃഷിയിലേക്ക് കൊണ്ടുവരണമെന്നുള്ള അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ എൻ്റെ 2-3 സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ ഇതിൻ്റെ തൈകൾ കൊടുത്ത് അവരും കൃഷി ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഞങ്ങളുടെ ചില ഗ്രൂപ്പുകളിലെല്ലാം ഞാൻ ഈ ചെടിയുടെ തൈയുണ്ട്, വിത്തുണ്ടെന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നവർക്ക് അവരുടെ വീടുകളിൽ തന്നെ മിക്കവാറും ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. അവരും കൂടെ കൃഷിയിലേക്ക് വരട്ടെ എന്ന്. എല്ലാവരും കൃഷിയിലേക്ക് എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും കഴിയുന്നവർ കൃഷിയിലേക്ക് വന്നാൽ ഈ ഹരിത വിപ്ലവം എന്ന് പറഞ്ഞ കണക്ക് ഒരു ജൈവ വിപ്ലവം ഇവിടെ കേരളത്തിൽ സാധ്യമാകും. അതിലൂടെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് പച്ചക്കറി വാങ്ങുന്നതിൽ നിന്ന് ഒരുപാട് മാറ്റം വരും. നമ്മളുടെ ജനത ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ അതിലൂടെ സാധിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നല്ല ആഹാരം എന്നുള്ള സംസ്കാരം നമുക്ക് വീടുകളിൽ കൊണ്ടുവരാം. വീടുകളാണല്ലോ ഏറ്റവും ഒരു രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് വീടാണ്. വീടുകളിൽ നല്ലതുണ്ടായാൽ അത് രാജ്യത്തിന് തന്നെ നന്നാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സ്ത്രീകളും ഇതിലേക്ക് വരിക. ആരെന്താവശ്യപ്പെട്ടിരുന്നാലും എനിക്ക് കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാൻ റെഡിയാണ്.